നമ്മുടെ വീടിന് ചുറ്റും വെള്ളം കയറിയാൽ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് പൊതുവെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അസുഖങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ അസുഖങ്ങളാണ് പൊതുവെ ഈ സമയത്ത് കാണുന്നത് എന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. മലിനമായ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളായ കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം അതായത് ഹെപ്പറ്റൈറ്റിസ് എ, ഇ അതുപോലെ തന്നെ മറ്റു വയറിളക്ക രോഗങ്ങളാണ് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അതായത് നമ്മുടെ കിണറൊക്കെ മലിനമാകാൻ സാധ്യത കൂടുതലാണ്. കിണറിൻ്റെ ഭാഗത്തേക്കൊക്കെ വെള്ളം അടിച്ച് കയറിയിട്ടുണ്ടാകാം, കിണറിലേക്ക് അഴുക്ക് വെള്ളം ആയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ചുറ്റും വെള്ളമാകുമ്പോൾ നമ്മുടെ കിണറിലെ ആ വെള്ളത്തിൻ്റെ കളറ് തന്നെ മാറും. അപ്പോൾ പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മലിനമാക്കപ്പെട്ട ജലം വഴി നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളാണ് കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ അതുപോലെ തന്നെ ഉണ്ടാകുന്ന മറ്റു വയറിളക്ക രോഗങ്ങൾ. ഇപ്പോൾ കോളറ വളരെ കോമൺ ആണ്. അതായത് വിബ്രിയോ കോളറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് കോളറ ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, ഛർദി അതോടൊപ്പം തന്നെ വയറിളക്കം, ദിവസം ഒരു 10-20 പ്രാവശ്യം വയറ്റുന്നു പോവുക, ഈ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറ് വെള്ളം മാത്രം നിങ്ങൾ ഈ ഒരു സമയത്ത് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടൈഫോയിഡ്, മലിനമാക്കപ്പെട്ട ജലത്തിലൂടെയും അതുപോലെ തന്നെ ഭക്ഷണത്തിലൂടെയുമാണ് നമുക്ക് ടൈഫോയിഡ് പകരുന്നത്. സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് ഈ അസുഖങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം ഈ ഒരു സമയത്ത് വളരെ കോമൺ ആണ്. നമുക്ക് ഈ മഴ പെയ്യുന്ന സമയത്തെ മഞ്ഞപ്പിത്തം ഒരുപാട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എ, ഇ, മഞ്ഞപ്പിത്തത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ജലത്തിലൂടെ പകരുന്നത് ഹെപ്പറ്റൈറ്റിസ് എയും ഇയുമാണ്. അത് ഈ ഒരു സമയത്ത് വളരെ കോമൺ ആണ്. അപ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. മലിനമാക്കപ്പെട്ടെന്ന് സംശയമുള്ള വെള്ളം ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അടുത്തതായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇനി ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു രോഗം എന്ന് പറയുന്നത് എലിപ്പനിയാണ്. ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ വീൽസ് ഡിസീസ് ഒക്കെ നമ്മൾ ഇതിനെ പറയും. നമുക്കറിയാം, ഈ ഒരു സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന സമയമാണ്. എല്ലാവരും വെള്ളത്തിലൂടെ നടന്ന് സാധനങ്ങൾ മാറ്റുക, അതുപോലെ ബാക്കിയുള്ളവരെ സഹായിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഈ ചെളിവെള്ളത്തിലൂടെ നടക്കുമ്പോഴൊക്കെയാണ് ഈ എലിപ്പനി പകരുന്നത്. അതായത് നമ്മുടെ കാലിലൊക്കെ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ ഈ അസുഖമുള്ള എലിയുടെ മൂത്രം ആയ വെള്ളം നമ്മുടെ ഈ മുറിവിലൂടെ ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറുകയും അങ്ങനെയാണ് നമുക്ക് എലിപ്പനി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, മുറിവൊക്കെ കാലിലുണ്ടെങ്കിൽ ഇതേപോലുള്ള ചെളിവെള്ളത്തിലൂടെയൊക്കെ പരമാവധി നടക്കുന്നത് ഒഴിവാക്കുക. എലിപ്പനി സാധ്യതയുള്ള പ്രദേശത്തിലൂടെ നമ്മൾ നടക്കാതിരിക്കുക. എലിപ്പനി എന്ന് പറയുന്നത് നമുക്കറിയാം, ചെറിയ പനിയായിട്ട് തുടങ്ങുമെങ്കിലും അത് നമ്മുടെ കിഡ്നിയെയും ലിവറിനെയും ഒക്കെ ബാധിച്ച് ഒരു മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള രോഗമാണ്. ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എലിയുടെ മൂത്രം കലർന്ന വെള്ളം നമ്മുടെ മുറിവിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോഴാണ് എലിപ്പനി സാധാരണയായിട്ട് വരുന്നത്. എലിപ്പനിയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 4 ദിവസം മുതൽ 20 ദിവസം വരെയാണ്. അതായത് നമ്മുടെ ഈ ഒരു ഇങ്ങനെയുള്ള കലർന്ന മൂത്രം നമ്മുടെ മുറിവിലൂടെ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഒരു 4 ദിവസം, ഏറ്റവും കുറഞ്ഞത് മാക്സിമം ഒരു 20 ദിവസത്തിൻ്റെ ഉള്ളിലാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങളായിട്ട് കാണിക്കുക. കടുത്ത പനി ഉണ്ടാകും, അതുപോലെ തന്നെ ഭയങ്കര മേലുവേദന. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, കണ്ണിന് ചുറ്റും നമ്മുടെ കണ്ണിൻ്റെ വെള്ള ഭാഗത്ത് ഒരു ചുവപ്പ് കളറായിട്ട്, ഒരു കൺജക്റ്റൈവൽ എഫ്യൂഷൻ എന്ന് പറയാം, ഈ രീതിയിലുള്ളൊരു കണ്ണിന് കടും ചുവപ്പ് നിറത്തിലുള്ള രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് കാണിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് അതിൻ്റെതായ ടെസ്റ്റുകൾ ചെയ്ത് വേഗം മരുന്ന് കഴിക്കുക. അടുത്തതായിട്ട് പിന്നെ ഈ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നത്, വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം കൊതുകുകൾ പകരും. അങ്ങനെ കൊതുകുകൾ പകരുത്തുന്ന അസുഖമായ ഡെങ്കിപ്പനി അതുപോലെ തന്നെ മലേറിയയൊക്കെയാണ് ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ കൊതുകുകടി ഏൽക്കാതെ പരമാവധി ശ്രദ്ധിക്കുക. മൊസ്കിറ്റോ നെറ്റ് അതേപോലെ മൊസ്കിറ്റോ റിപ്പലൻസ് ഒക്കെ ഉപയോഗിക്കുക. അതുപോലെ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ വെള്ളത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന രോഗമാണ് സ്കിൻ ഡിസീസിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാകുന്നത് ഇൻഡർട്രിഗോ എന്ന് പറയും. കാലിൻ്റെ ഇടയിൽ വിള്ളലുണ്ടാവും. അതുപോലെ വളംകടി, കാലിൻ്റെ ഉള്ളിലൊക്കെ ഒരു വെള്ള കളറിൽ വെള്ളത്തിൽ നിന്നത് കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്. അപ്പോൾ നമ്മളൊക്കെ ക്യാമ്പൊക്കെ ഇപ്പോൾ നടത്തിയ സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സ്കിന്നിൽ ഉണ്ടായിരുന്ന വളംകടി എന്ന് പറയുന്ന ആ സ്കിന്നിൽ ഉണ്ടാകുന്ന അസുഖമാണ്. അതേപോലെ കാലിൻ്റെ പാദമൊക്കെ വിണ്ടുപോകാം, മുറിവുകൾ വരാം, ഇൻഫെക്റ്റഡ് എക്സിമ വരാം, അപ്പോൾ ഈ രീതിയിലുള്ള സ്കിൻ കംപ്ലയിൻസ് ഒക്കെ വരാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഈ ഒരു സമയത്ത് വരുന്നത് നമുക്കറിയാം, മാനസിക സമ്മർദ്ദം തന്നെയാണ്.
നമ്മളെ വീട്ടിലൊക്കെ വെള്ളം കയറി നമുക്ക് സാമ്പത്തിക നഷ്ടം, അതുപോലെ തന്നെ നമ്മുടെ വീടിനതൊക്കെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം, ഒരു എന്താ പറയുക, ഒരു അമിതമായ ഒരു ഉത്കണ്ഠ, അതുപോലെ തന്നെ വിഷാദം, നമുക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ചുണ്ടാകുന്ന വിഷമം, ഉറക്കക്കുറവ്, ഈ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകും. പക്ഷെ അത് പലരും പറയാതിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡോക്ടറെ കാണിച്ച് അതിന് വേണ്ട കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യമായിട്ട് തന്നെ മലിനമാക്കപ്പെട്ട വെള്ളമോ ഫുഡോ ഉണ്ടെങ്കിൽ അതൊരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണങ്ങൾ ചൂടോടുകൂടി മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുൻപ് സോപ്പ് ഉപയോഗിച്ച് നല്ല വൃത്തിയായ രീതിയിൽ കഴുകിയതിന് ശേഷം മാത്രം ഫുഡ് കഴിക്കുക. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മലമൂത്ര വിസർജനം കഴിഞ്ഞാലും നമ്മൾ സോപ്പിട്ട് കൈ കഴുകിയിട്ട് മാത്രമേ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു കാര്യം പ്രത്യേകം ബോധവൽക്കരിക്കുക. അതുപോലെ നമ്മൾക്ക് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ പാമ്പിൻ്റെ ശല്യം ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. ചെളി ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി മാത്രം നമ്മളെ വീടിനകത്തേക്ക് കയറുക. അതുപോലെ തന്നെ കിണറിലെ വെള്ളം നമുക്ക് എന്തെങ്കിലും രീതിയിൽ മലിനമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാതിരിക്കുക. പ്രോപ്പറായ രീതിയിൽ ക്ലോറിനേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ശുദ്ധമായ ജലം ആണെന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ജലജന്യ രോഗങ്ങൾ, അതായത് മലിനമാക്കപ്പെട്ട വെള്ളത്തിലൂടെയും ഫുഡിലൂടെയുമാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ പരന്നത്. നമുക്കറിയാം, കോളറ, ടൈഫോയിഡ്, അതേപോലെ മറ്റു വയറിളക്ക രോഗങ്ങൾ, മഞ്ഞപ്പിത്തമൊക്കെ ഈ ഒരു രീതിയിലാണ് പകരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മലിനമാക്കപ്പെട്ടെന്ന് സംശയിക്കുന്ന വെള്ളം ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക. ആർക്കും ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് ബാക്കിയുള്ളവരുടെ അറിവിലേക്കായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു.